ബംഗാൾ ഉൾക്കടലിൽ മോൻത ചുഴലിക്കാറ്റ് രൂപപ്പെട്ടു. നാളെ രാവിലെയോടെ തീവ്ര ചുഴലിക്കാറ്റായി ശക്തി പ്രാപിക്കും. നാളെ രാത്രിയോടെ കരതൊടും. മണിക്കൂറിൽ 110 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. കേരളത്തിൽ അടുത്ത 5 ദിവസം കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, വിവരങ്ങൾ. കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 ജില്ലകളിൽ തന്നെയാണ് ഓറഞ്ച് അലേർട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുപോലെ 9 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പറഞ്ഞിട്ടുണ്ട്. നാളെയും അലേർട്ടുകൾക്ക് മാറ്റങ്ങളുണ്ട്. നാളെ 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇന്നിപ്പോൾ പുറത്തു വരുന്ന ഒരു പുതിയ വിവരം എന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടലിൽ മോൻത ചുഴലിക്കാറ്റ് രൂപപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ രാവിലെയൊക്കെ പറയുകയുണ്ടായി വൈകുന്നേരത്തോടു കൂടി തന്നെ ഈ ഒരു ചുഴലിക്കാറ്റ് രൂപം കൊള്ളാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന്. അപ്പോൾ ഇതിപ്പോൾ ഉൾക്കടലിൽ ചുഴലിക്കാറ്റ് രൂപം കൊണ്ട് കഴിഞ്ഞു എന്നൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇത് 28-ാം തീയതിയോട് എന്ന് പറഞ്ഞാൽ നാളെയോടുകൂടി ഇതൊരു തീവ്ര ചുഴലിക്കാറ്റായി മാറാനുള്ള സാധ്യത കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പിൽ നൽകുന്നുണ്ട്. ഇത് കേരളത്തിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ ഒറീസ, ആന്ധ്ര തീരങ്ങളിൽ ഇത് കര തൊടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ തീരത്തിൽ എല്ലായിടത്തും ശക്തമായ മഴ, ഇടിമിന്നലോട് കൂടിയ അതിശക്തമായ മഴയായിരിക്കും അടുത്ത 5 ദിവസത്തേക്ക് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നൊരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. ഇത് 28-ാം തീയതി രാത്രിയോടുകൂടി ആന്ധ്ര തീരത്ത് അടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മണിക്കൂറിൽ 110 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് അല്ലെങ്കിൽ കാറ്റിനും മഴയ്ക്കുമുള്ളൊരു സാധ്യതയാണ് കണക്കിലാക്കുന്നത്. എന്തായാലും മധ്യകിഴക്കൻ അറബിക്കടലിൽ പുതിയൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാനുള്ളൊരു സാധ്യത കൂടി കാണുന്നുണ്ട്. ഇതൊരു തീവ്ര ന്യൂനമർദ്ദമായി വരും മണിക്കൂറിൽ മാറാനുള്ള സാധ്യതയും കാലാവസ്ഥാ വകുപ്പ് ഈ ഒരു മുന്നറിയിപ്പിൽ നൽകുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും മറ്റ് 9 ജില്ലകളിൽ യെല്ലോ അലേർട്ട് മുന്നറിയിപ്പാണ് നൽകുന്നത്. 48 മണിക്കൂറിനുള്ളിൽ മധ്യ കേരളത്തിൽ ഇതൊരു 48 മണിക്കൂറിനുള്ളിൽ അധികമായി മഴ ലഭിക്കാനുള്ള ഒരു സാധ്യത കൂടി കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മത്സ്യബന്ധനത്തിനുള്ള വിലക്കുകളൊന്നും തന്നെ ഇതുവരെയും മാറ്റിയിട്ടില്ല. വിലക്കുകളെല്ലാം അതുപോലെ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ്. മലയോര മേഖലയിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. കേരള തീരത്ത് 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനുള്ള സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. കൃഷ്ണ. ശരി ശ്രീനന്ദ.